ഇത് ഉദ്ഘാടന വേളയോ സിനിമാക്കാരെ വരവേൽക്കുന്ന ചടങ്ങോ അല്ല. പ്രാവ് പറത്തൽ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാവൂ. തുടക്കം അത്രയ്ക്കും ഗംഭീരമായിരുന്നു. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ഈ സമ്മാനദാനത്തിന്റെ ചടങ്ങ് കമ്മിറ്റി ഒരുക്കിയത്. ചീഫ് ഗസ്റ്റായി എത്തിയത് രാജൻ വട്ടിയൂർക്കാവും ട്രിച്ചി ഷെയ്ഖുമാണ്. പ്രാവ് പ്രേമികളിൽ രാജൻ വട്ടിയൂർക്കാവിനെ അറിയാത്തവർ ചുരുക്കം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ അറിവ് അത്രത്തോളമാണ്. ട്രിച്ചി ഷെയ്ഖിന് ഷേക്കൻഡ് നൽകിയതും രാജണ്ണന് ഷെയ്ക്കന് നൽകിയതും ഹരിയേട്ടനാണ്. ഈ കമ്മിറ്റിയുടെ നടത്തിപ്പുകാരനാണ്. ഇദ്ദേഹം ഒരു അഡ്മിനും കൂടിയാണ്. ചുറ്റിലുമുള്ളത് കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികൾ. സിനിമാ നടന്മാരെ പോലും വെല്ലുന്ന രീതിയിലായിരുന്നു രാജണ്ണന്റെയും ഷെയ്ക്കണ്ണന്റെയും എൻട്രി. നടന്നു വരുന്നത് രതീഷേട്ടനും മനോജേട്ടനും. പ്രാവ് പ്രേമികളോട് ഇടപഴകാൻ ഇവർ ഒട്ടും മടി കാണിച്ചേയില്ല. ട്രിച്ചി ഷെയ്ക്കണ്ണനും രാജണ്ണൻ വട്ടിയൂർക്കാവും. സ്വർണ്ണക്കസവിൽ ഇവരുടെ ബാക്കിൽ വരുന്നത് വെണ്ണക്കര ഏരിയ ടൂർണമെന്റ് നടത്തിപ്പുകാരനാണ്. പേര് കൃഷ്ണകുമാർ. പിന്നെ മൂത്താന്തറയിലെ ഡോണും ജിജുവേട്ടനും സുരേട്ടനും അങ്ങനെ പലരും. കൃത്യസമയത്തു തന്നെ എല്ലാ പ്രാവു രാജാക്കന്മാരും വേദിയിലെത്തിയിട്ടുണ്ട്. ആ ചിരിക്കുന്നത് വേൾഡ് റെക്കോർഡ് ജേതാവാണെന്ന ഒരു അഹങ്കാരവുമില്ലാത്ത മനുഷ്യൻ ഇബ്രാഹിം പേഴുങ്കര. പിന്നെ ആ താടിക്കാരൻ, അത് നമ്മളെ ചങ്കാണ്. ജസ്റ്റ് ഒന്ന് പുറത്തു പോയപ്പോൾ കണ്ടൊരു കാഴ്ച. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഡീൽ എന്ന ഓമനപ്പേരിൽ അറിയുന്ന റക്കപ്പെട്ട ബ്രദേഴ്സിന്റെ കാര്യക്കാരൻ ഫൈസൽക്ക. പിന്നെ നമ്മളെ അപ്പനെന്ന ഓമനപ്പേരിൽ അറിയുന്ന ശേഖരേട്ടൻ. കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണെന്നൊരു ചൊല്ലുണ്ട്. ഈ ഫ്ലെക്സ് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ശരിക്കും ഒരു രാജകീയ പ്രൗഢി തന്നെയാണ് ഈ ഫ്ലെക്സിന്. PDPT ടൂർണമെന്റ് ക്ലബ്ബ് 2025 സീസണിൽ സംഘടിപ്പിച്ച സമ്മാനദാന ചടങ്ങ്. ചെറുതും വലുതുമായ ഒരുപാട് ട്രോഫികളും മെമന്റോകളും സമ്മാനത്തിന് അർഹരായ മത്സരാർത്ഥികൾക്ക് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നിരവധി പ്രാവുരാജാക്കന്മാരാണ് ഇതെല്ലാം ഏറ്റുവാങ്ങാനായി സദസ്സിലുള്ളത്. ഈ സമ്മാനദാനത്തിൻ്റെ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.